നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ CBI അറസ്റ്റിനെതിരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഇടക്കാല ജാമ്യം തേടിയുള്ള ഹർജിയിൽ വിധി പറയുന്നതും കോടതി ഈ മാസം 29ലേക്ക് മാറ്റി. ED കേസിൽ സുപ്രീം കോടതി കർശന ഉപാധികളോടെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ CBI അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ ജാമ്യത്തിലിറങ്ങാനായിട്ടില്ല. ഈ മാസം 25 വരെ CBI കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കെജ്രിവാൾ. വിവാദ മദ്യനയവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് ജാമ്യത്തെ എതിർത്ത് CBI ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. എല്ലാ ഗൂഢാലോചനയിലും അരവിന്ദ് കെജ്രിവാൾ ഭാഗമാണ്. ഡൽഹി മുഖ്യമന്ത്രി ആപ്പിന്റെ ദേശീയ കൺവീനർ എന്നീ നിലകളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും കെജ്രിവാൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് 100 കോടി രൂപയാണ് ആപ്പ് അനധികൃതമായി കൈപ്പറ്റിയത്. ഇതിൽ ഒരു ഭാഗം ഗോവ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു. മദ്യനയത്തിൽ മാറ്റം വരുത്തിയതുമൂലം മദ്യമൊത്ത കച്ചവടക്കാരുടെ ലാഭവിഹിതം 5% നിന്ന് 12% വർദ്ധിച്ചെന്നും CBI പറഞ്ഞു. അന്വേഷണത്തിലുടനീളം കെജ്രിവാൾ നിസ്സഹകരിക്കുകയും ഒഴിഞ്ഞുമാറുകയുമാണ് ചെയ്തത്. ആപ്പ് നേതാക്കളും കെജ്രിവാളിന്റെ ഭാര്യയും സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം അട്ടിമറിക്കുന്നതിനുമായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും CBI വ്യക്തമാക്കി. CBI അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ കെജ്രിവാളിനെ ജാമ്യത്തിൽ വിടുന്നത് തുടർ നടപടികളെ ഗുരുതരമായി ബാധിക്കും. സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും കെജ്രിവാളിന് കഴിയുമെന്ന് CBI കോടതിയിൽ വ്യക്തമാക്കി. ഇരു വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു. കെജ്രിവാളിന് ഈ മാസം 12-നാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.